വിയോജിപ്പറിയിച്ചിരിക്കുന്നു രമേശ് ചെന്നിത്തല എന്നതുകൂടിയാണ്. സീനിയോറിറ്റി അടക്കം പരിഗണിച്ചില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രിസഭയിലേക്കില്ല എന്ന നിലയിലുള്ള പ്രതികരണം രമേശ് ചെന്നിത്തലയിൽ നിന്ന് വരുന്നു എന്നതുമുണ്ട്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിനകത്ത് അസ്വാരസ്യങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി ഹൈക്കമാൻഡ് അനുനയിപ്പിച്ചുകൊണ്ട് മാത്രമാണോ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശനെ തീരുമാനിച്ചതിന് ശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങൾ അറിയിക്കുക? നേരത്തെ മാധ്യമപ്രവർത്തകർ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് ജയറാം രമേശ് കൃത്യമായി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ചോദ്യങ്ങൾ അനുവദിക്കില്ല, തീരുമാനം മാത്രം അറിയിക്കുകയുള്ളൂ, ദീപാദാസ് മുൻഷി അത് പ്രഖ്യാപിക്കുക മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത്. ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ ഈ ചോദ്യങ്ങൾ, രമേശ് ചെന്നിത്തലയുടെ നിലപാട്, കെ സി വേണുഗോപാലിന്റെ നിലപാട്, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് കൂടി കണ്ടുകൊണ്ടായിരിക്കണം അങ്ങനെയൊരു മുൻകൂർ ജാമ്യം എടുക്കൽ ഹൈക്കമാൻഡ് നടത്തിയത് വാർത്താ സമ്മേളനത്തിന് മുന്നോടിയായി. എന്നാൽ പിന്നീട് ദീപാദാസ് മുൻഷി പ്രതികരിച്ചത് പ്രകാരം സത്യപ്രതിജ്ഞാ ചടങ്ങ് എപ്പോൾ എന്നത് നിശ്ചയിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാക്കുകയും ചെയ്തത്. അതിന് കൂടിയാലോചന നടത്തേണ്ടതുണ്ട്, MLA-മാരുമായി സംസാരിക്കേണ്ടതുണ്ട് എന്നതാണ്. ഒരു പക്ഷേ കസേരയിലേക്ക് ആരൊക്കെ, മന്ത്രിസഭയിലേക്ക് ആരൊക്കെ, ഘടകകക്ഷികളിൽ ആരൊക്കെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും, ഇതിലൊക്കെ തീരുമാനമായതിനു ശേഷമായിരിക്കാം സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിക്കുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഉറപ്പായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംസ്ഥാനത്തിന്റെ അധികാരം തിരിച്ചുപിടിക്കുമ്പോൾ 10 വർഷത്തിന് ശേഷമുള്ള മടങ്ങിവരവാണ്. അതിനൊക്കെ അപ്പുറത്ത് രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിലേക്ക് കോൺഗ്രസിന് തിരികെ എത്താൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രൗഢമായ ഒരു ചടങ്ങ് തന്നെയായിരിക്കും സത്യപ്രതിജ്ഞ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു പക്ഷേ മറ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചടങ്ങായിരിക്കും. ദേശീയ നേതാക്കൾ എല്ലാവരും തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. നേരത്തെ ലഭിക്കുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് നിരവധി ആളുകൾ ഘടകകക്ഷികളിൽ നിന്നടക്കം മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളും അനുഭാവികളും ഒക്കെ ഉള്ളവർ അടക്കമുള്ളവർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് നേരിട്ട് പങ്കെടുക്കാനായി തയ്യാറെടുക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് എപ്പോൾ എന്നതിൽ നിലവിൽ വ്യക്തതയില്ല. ഇപ്പോഴും ഇതാ വി ഡി സതീശന്റെ അനുഭാവികൾ വലിയ ആഘോഷത്തിലാണ്, അവർ ആവേശത്തിമിർപ്പിലാണ്. ഇനി കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല അതൃപ്തി അറിയിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൻ്റെ സീനിയോറിറ്റിക്ക് പരിഗണന ലഭിച്ചില്ല എന്ന പ്രതികരണം ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമോ, ഉണ്ടാകുമെങ്കിൽ ഏത് വകുപ്പ്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ നിശ്ചയിച്ചുറപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോഴും വി ഡി സതീശൻ അനുഭാവികൾ വലിയ ആഘോഷത്തിമിർപ്പിൽ തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് വി ഡി സതീശനു വേണ്ടി തെരുവിൽ അടക്കം മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്ന, ഫ്ലെക്സുകൾ അടക്കം ഉയർത്തിയിരുന്ന നിരവധി പ്രവർത്തകരെയും അണികളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതിനുശേഷം ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ആണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. ആ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷത്തിമിർപ്പിൽ ആണ് ഇപ്പോൾ അണികളും ആവേശത്തിമിർപ്പിൽ തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.